സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ സുള്ളിയ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള യാത്രയെ പറ്റിയാണ്. സുള്ളിയ കുറച്ച് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ സുള്ളിയ നമ്മൾക്ക് ദക്ഷിണ കർണാടകയിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്. ആ ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ് സുള്ളിയ. ഇപ്പോൾ കാസർഗോഡ് ഇന്ന് ഒരുപാട് ബസ്സുകൾ സുള്ളിയേക്ക് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കാസർഗോഡ് നിന്ന് തോട്ടത്തിൽ ജോലിക്കും അല്ലാണ്ടും പല അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പേര് വളരെ അപൂർവമായിട്ടാണ് ആൾക്കാർക്ക് അറിയാവുന്നത്. അതിൽ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് അഞ്ചേകാലിന് പുറപ്പെട്ട് നേരത്തെ തൃശ്ശൂർ കുന്നംകുളം വഴി 2 മാസമായിട്ട് എറണാകുളം നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂർ ചാവക്കാട് പൊന്നാനി വഴി കോഴിക്കോട് പോകുന്ന ഒരു സുള്ളിയ ബസ്സുണ്ട്. 8:15 നോർത്ത് പറവൂർ ഷെഡ്യൂൾഡ് ടൈം. കോട്ടയം എല്ലാം കയറി വരുന്നതുകൊണ്ട് പലപ്പോഴും ആ സമയത്ത് അവർക്ക് എത്താൻ പറ്റാറില്ല. നോൺ AC സ്ലീപ്പറാണ്. അതും പഴയ വണ്ടിയാണ്. പഴയ വണ്ടി കൊണ്ട് തന്നെ നമുക്ക് പവർ ബാങ്ക് കയ്യിൽ വേണം. എല്ലാ പവർ സ്ലോട്ട് നമുക്ക് മൊബൈലിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. പലതും ഒടിഞ്ഞു പോയിരിക്കുകയാണ്. മെയിൻ്റെനൻസ് കൊണ്ട് സഞ്ചരിക്കുന്ന ആൾക്കാരുടെ കയ്യിലിപ്പോൾ ഒരു ഫാക്ടറാണ്. ഇതിലും യാത്ര ചെയ്യുമ്പോൾ പവർ ബാങ്ക് കയ്യിൽ വെക്കുക. 1 മണിയാകുമ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് ചാവക്കാട് തിരിച്ച് പൊന്നാനി. അതിനുശേഷം പുതിയ NHൻ്റെ പണി തീർന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അല്ലാത്തടത്ത് ട്രാഫിക് ബ്ലോക്കുകളും ഇത്തിരി പതിയെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ ഒരു 20 കിലോമീറ്ററോളം കാട്ടിലൂടെയാണ് യാത്ര. അപ്പോൾ സുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റാണത്. ഇവിടെ 1800 കാലഘട്ടത്തിൽ ബ്രിട്ടീഷിനെതിരെ ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു. അമർ സുള്ളിയ സമരം. ബ്രിട്ടീഷുകാർ ടാക്സ് കൂട്ടിയതും ഉപ്പിനും ടാക്സ് ആക്കിയതും പല സാധനങ്ങൾ തടഞ്ഞു വെച്ചതും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ സമരമായിരുന്നു. അതിനു മുമ്പ് ടിപ്പു ഈ ഏരിയ 3 പ്രാവശ്യം യുദ്ധം ചെയ്തു. ആദ്യം തോറ്റു. രണ്ടാമത് കുറച്ച് നാളത്തേക്ക് പുള്ളി വിജയിച്ചു. അപ്പോൾ കുറേ സ്ത്രീകളെയും കുട്ടികളെയും ബലമായിട്ട് ഇസ്ലാമിലോട്ട് അവർ കൺവേർട്ട് ചെയ്തു. കുറേ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. പിന്നെ വീണ്ടും അവിടുത്തെ രാജാവ് വീണ്ടും ടിപ്പുവിനെ കീഴടക്കിയിട്ടാണ് വീണ്ടും കൊടക് ആൾക്കാർ വീണ്ടും തിരിച്ചു വന്നത്. ഇപ്പോൾ രാവിലെ ബസ് വൈകി വന്നുകൊണ്ടാണ് ബസ് കംപ്ലീറ്റ്ലി കാലിയാണ്. ഞാനും വേറൊരു യാത്രക്കാരനും പിന്നെ 2 ഡ്രൈവർമാർ, കണ്ടക്ടർ കം ഡ്രൈവറാണല്ലോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് നമുക്ക് ശരിക്കും നന്നായിട്ട് ആസ്വദിക്കാം. ട്രക്കിംഗ് ഉണ്ട്. നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. പിന്നെ വളരെ പേര് കേട്ട കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൂടെ ഇവിടുന്ന് 40 കിലോമീറ്റർ താഴെയുള്ളൂ. 1 മണിക്കൂർ 10 മിനിറ്റ്. ചിക്കമംഗ്ലൂരാണെങ്കിൽ 160 കിലോമീറ്റർ ഉള്ളൂ. സ്റ്റേറ്റ് തലസ്ഥാനം ബാംഗ്ലൂരാണെങ്കിലും 300 കിലോമീറ്റർ ഉള്ളൂ. ഇതാണ് സുള്ളിയ ബസ് സ്റ്റാൻഡ്. ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും. താമസത്തിന് വലിയ റേറ്റൊന്നുമില്ല. ഇവിടുന്ന് ഈ സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് സ്ഥലത്തോട്ട് ബസ്സുകളുണ്ട്. അപ്പോൾ സുള്ളിയ ശരിക്കും പോകേണ്ട ഒരു സ്ഥലവും കൂടിയാണ്. ഈ വഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരിക്കലും പ്ലാൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.